മോശം 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 വളരെ മോശം. ഈ രേണുവിന്റെ കഥകൾ ഓരോ ദിവസം തോറും മോശമായി മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേൾക്കുന്ന കഥകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? രേണുവിന്റെയും കൊല്ലസുധിയുടെയും ഒരു സുഹൃത്ത് രംഗത്തേക്ക് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ രേണുവിന്റെ കൂടെ പഠിച്ച ഒരു സഹപാഠി രംഗത്ത് വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞോ? അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോ മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇടക്കിടക്ക് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നമുക്ക് കൂടുതലായി എടുപ്പില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രേണു പല ആളുകളുടെ നിന്നും പണം മേടിച്ചിട്ട് തിരിച്ചു ചോദിക്കാൻ നേരം പോടാ പുല്ലേ മറ്റവനെ എന്നുള്ള രീതി പറയുന്നുള്ള സാധനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത് ഞാൻ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് ഒരു പുള്ളിക്കാർ വന്നിട്ട് രേണുവിനെ കുറിച്ച് കുറച്ചധികം കേട്ടാൽ ലജ്ജിച്ച് തല താഴ്ത്തുന്ന കുറച്ച് കഥകൾ പറഞ്ഞു. നമുക്കൊന്ന് തല പൊക്കിയ കഥകൾ കേട്ടാലോ? എന്നാ കേട്ടോ. സ്വീഡൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ ഈ രേണു സ്വീറ്റ് ഉള്ള സമയത്ത് രേണുവിന് ഒരു പൈസ കൊണ്ട് മൊത്തം അടിച്ചു തീക്കുക ഷോപ്പിങ്ങിന്, അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും ഇതാണ് പുള്ളിക്കാർ പറഞ്ഞിട്ടുള്ളത്. അതായത് രേണുവിനൊരു ആർഭാട്ട ജീവിതമായിരുന്നു താല്പര്യം. സുധിച്ചേട്ടൻ കടം മേടിച്ച് മുടിഞ്ഞത് തന്നെ രേണുവിന് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാനാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അപ്പോൾ അതാണ് നമ്മൾ പല കോള് കേട്ടതിനകത്തും കൊല്ലസുധി എടാ കൊല്ലസുധിയുടെ മോനെ നിനക്ക് സുഖമല്ലടാ, എടാ ചേച്ചിക്ക് എന്നോട് സംസാരിക്കണം, ചേച്ചിയുടെ കൊടുക്കുക കേട്ടോ. പിന്നെ ചേച്ചി അഖിലേ എടാ സുഖമാണോടാ, നീ എവിടെടാ? കണ്ണൂരോ? കണ്ണൂർ നമ്മുടെ കൊല്ലത്തിന്റെ അപ്പുറത്തൊന്ന് കിടക്കുന്നത്. എടാ പൈസ സഹായിച്ചതിന് നന്ദി കേട്ടോ. അത് കഴിഞ്ഞ് വിളിക്കുമ്പോഴത്തേനും ഏത് പൈസ, എന്തൊരു പൈസ, എടാ ഒരുമാതിരി പരിപാടി കാണിക്കില്ല കേട്ടോ, ഉള്ളപ്പോൾ തിരിച്ചു തരും. ആ ഒരു സെറ്റപ്പ് വന്നതെല്ലാം രേണുവിനെ സേവിക്കാനായിട്ട്, രേണുവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് പുള്ളിക്കാരൻ കടം വാങ്ങി മുടിഞ്ഞതാണെന്നൊരു കഥ ഇപ്പൊ കിംവദന്തിയായിട്ട് പരക്കുന്ന സമയത്താണ് ഇദ്ദേഹം വെളിയിൽ വന്ന് അതേ കഥകൾ വീണ്ടും പറയുന്നത്. നമുക്ക് മുറക്കേക്കാം, വല്ല ബാക്കി മുറക്കേക്കാം. ലാവശ്യം ജീവിക്കണം, ഉള്ളതും ഇല്ലാതെന്ന് അറിയണ്ട, കിട്ടുന്ന പൈസ മൊത്തം അടിച്ചു തീരുന്നുള്ളവര് പിറ്റേ ദിവസം സുധിയുടെ പൈസ നമ്മളോട് ചോദിക്കും, കടം ചോദിക്കാറുണ്ട്. അങ്ങനെ കടം വാങ്ങിച്ചു. പിന്നെ ഇളയ കുഞ്ഞിന്റെ ഒരു ഓപ്പറേഷൻ നിന്റെ പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ നൈറ്റ് 2 മണിക്ക് പൈസ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഒപ്പിച്ച് അവിടെ ശരിയായി കൊടുക്കേണ്ട ഒരു സമയം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. അവര് അങ്ങനെ സഹായിക്കാറുണ്ടായിരുന്നു കുടുംബത്തെ. ഈ സാമ്പത്തികം അല്ലാതെ എങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ കുടുംബത്തെ? സാമ്പത്തികം സഹായിച്ചിട്ട് ഇപ്പൊ നിക്കക്കളി ഇല്ലാത്ത അവസ്ഥയാണ്. ഇനിയാണ് വേറെ രീതിയിലുള്ള സഹായം. വേറൊരാൾ വേറെ രീതിയിൽ ഒരു വീട് പണിഞ്ഞു കൊടുത്തിട്ട് അവന്റെ അടിച്ചു കൊടുത്തൊരു സമയമാണ് ഇപ്പൊ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഇദ്ദേഹം ഇപ്പൊ രംഗത്ത് വരാൻ കാരണം ഇദ്ദേഹത്തിന് ഒരു 4000 രൂപ ഇവര് കൊടുക്കാനുണ്ട്. അതായത് രേണുസുധി കൊല്ലസുധി കൊടുക്കാനുണ്ട്. അപ്പൊ ആ പണം ഇദ്ദേഹത്തിന് തിരികെ ലഭിച്ചില്ല. ഇദ്ദേഹത്തെ പലയിടത്തായിട്ട് അവഹേളിക്കുന്നു, ഗുണ്ടകളെ വെച്ച് തള്ളിക്കാൻ ശ്രമിക്കുന്നു. സോ ഇദ്ദേഹം ചിന്തിച്ചു, ഞാൻ എന്തിനാ 4000 വേണ്ടെന്ന് നോക്കണം, എന്നെ തല്ലിക്കാൻ വരെ ആളെ റെഡിയാക്കുന്നു എന്ന് ചിന്തിച്ചിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് പുറത്ത് വന്നതെന്നാണ് നമുക്ക് അറിയുന്നത്. ഇതിനകത്ത് ഇദ്ദേഹം പറയുന്നത് ശരിയാണോ നമുക്കറിയത്തില്ല, നമുക്ക് യാതൊരു തെളിവുകളുമില്ല. ഒരു പക്ഷേ രേണു ഇതിനെതിരെ ഹെയ്റ്റ് ഉള്ളതുകൊണ്ട് ആ ഹൈറ്റിനെ ഇച്ചിരി കൂടെ ഒന്ന് മസാല ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാവാം, ഒരു പക്ഷേ യാഥാർത്ഥ്യമാകാം. പക്ഷേ പല ആളുകൾ പറഞ്ഞ കഥകളുമായിട്ട് ഈ കഥ ജോയിൻ ആകുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ വൈനോട്ട്. ബാക്കിയൊക്കെ പിന്നെ രേണുവിന് ഇഷ്ടമൊന്നുമില്ല. രേണുവിന് വേറൊരു അഫയർ ഉണ്ട്, ഒരു ഫൈൻ ഫോട്ടോ. അമ്പട ജിഞ്ചിനാക്കടി, രേണുവിന് സുധിച്ചേട്ടന് ഇഷ്ടമല്ല, വേറൊരു സെറ്റപ്പ് പരിപാടിയുണ്ട്. ഈ സെറ്റപ്പ് പരിപാടി കൊണ്ട് എൻ്റെ പൊന്നു രേണു ഇതെന്തരൊക്കെയായി കേൾക്കുന്നത്? ഇങ്ങനെയാണ് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? എന്നിട്ട് എല്ലാം സുധിച്ചേട്ടന് വേണ്ടി. എന്തരാണിത്? രേണുവിനെ കുറിച്ച് ഞാൻ ഇങ്ങനൊന്നും അല്ലോട്ട് വിചാരിച്ചത്. മോശം അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ. ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു. രേണു ആളെ കണ്ടാൽ അറിയുമോ? നമുക്കൊരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ വെച്ചെത്തി വരപ്പിച്ചാലോ? നമുക്ക് ആളെ പുറത്തെടുക്കാൻ പറ്റുമോ? അതായത് ഇതിനകത്ത് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കേട്ടോ. കാരണം ഒരാൾക്ക് മറ്റൊരാളായിട്ട് പ്രണയം തോന്നുക, സ്നേഹബന്ധം തോന്നുക എന്ന് പറയുന്നത് തെറ്റായിട്ടൊരു സാധനമല്ല. ഇപ്പോൾ വിവാഹബന്ധത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു അട്രാക്ഷൻ മറ്റൊരാളോട് തോന്നിയത് തെറ്റല്ല. ആ അട്രാക്ഷൻ ഏത് ലെവൽ വരെ പോകുന്നു, അതിനെ എങ്ങനെ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ കൊല്ലസുധി അത് ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. കൊല്ലസുധിയുടെ മരണം വരെ രേണു കൂടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു ആരോപണത്തിന് ഇവിടെ പ്രാധാന്യമില്ലായിരുന്നു, ഇങ്ങനൊരു ആരോപണം ഇവിടെ വെക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. അവർ പരസ്പരം അവരുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അവർ പ്രൈവസി ആയിട്ട് വെച്ച കാര്യങ്ങൾ വെളിയിലോട്ട് എടുത്തിടേണ്ട ഒരു കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അൺലെസ് രേണു കണ്ട തോന്നിവാസം ഇനി കാണിക്കാത്തപ്പോൾ മുതൽ. അതായത് കൊല്ലസുധിയുടെ കൂടെ നിൽക്കുമ്പോൾ രേണു മറ്റൊരാളുടെ കൂടെ പോയി കഴിഞ്ഞാൽ അത് സഹിക്കണോ, ക്ഷമിക്കണോ, അതോ ഇതിനെതിരെ നിൽക്കണോ എന്നുള്ളത് സുധിയുടെ തീരുമാനമായിരുന്നു അല്ലേ? സുധി അന്ന് കൂടെ നിർത്തി. അപ്പൊ പിന്നെ നമ്മൾ ഇനി അതിനകത്തൊരു കാര്യം പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ പുള്ളിക്കാരിക്ക് വേറെ വിഹിതം ഒന്നും ഉള്ളതായിട്ട് നമുക്ക് അറിയത്തില്ല. ഇപ്പോഴും
സുധിച്ചേട്ടനെ പൊക്കി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത് പുള്ളിക്കാരൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയല്ല, പുള്ളിക്കാരൻ്റെ മണ്ടയ്ക്ക് ചവിട്ടി ഹിറ്റാകുന്ന ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ കുറേ നാളും കൂടെ സുധിച്ചേട്ടനെ കൈവിടത്തില്ല. അപ്പോൾ അപ്പം അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇത് അവരുടെ കുടുംബത്തിൽ നടന്നൊരു ഇച്ചിജി മട്ടായിട്ട് നമ്മളങ്ങനെ തള്ളിയാൻ കളയാൻ കേട്ടോ. എൻ്റെ അഭിപ്രായമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തള്ളി കളയാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തള്ളങ്ങ് തള്ളിക്കോ, ഞാൻ വായിക്കാം. രേണുവാണോ മെസ്സേജ് അയച്ചത് വേറെ അഫയറിന്റെ അയച്ചിട്ടുണ്ട്. ഈ ചേട്ടൻ മരണപ്പെട്ട ശേഷം ആണ് ചേട്ടൻ അയച്ചു അയച്ചത്. ശരി, ചേട്ടൻ മരണപ്പെട്ട ശേഷമാണ്. ഒരു ഷാജി ലൈൻ എവിടെ മണക്കുന്നോ എന്നൊരു സംശയം. അപ്പോൾ പിന്നെ ഞാൻ പറ്റിയൊന്നും ചോദിക്കാനൊന്നും പോയില്ല. ഈ പുള്ളിയൊരു ചേച്ചി എന്നെ വിളിക്കും, ഈ വീട് പാലാച്ചൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. രേണു വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ടില്ല എന്നെ. പാലാച്ചിനെ വിളിക്കാത്ത മോശമായിപ്പെട്ടോ. അത് മോശം. 4000 രൂപ പുള്ളിക്ക് കൊടുക്കാനുണ്ട്, എന്നിട്ടാണ് പാലാച്ചിനെ വിളിക്കാത്തത്. ബാക്കി പറ കേട്ടെ. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആ ഫ്രണ്ട്ഷിപ്പ് പ്രശ്നം വേറെ കാര്യം, രേണുവിൻ്റെ ഒരു മൂത്തമോൻ വീട്ടിൽ നിർത്തത്തില്ല. പുള്ളിക്കാരി പറയും അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു. പിന്നെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ, സൂര്യൻ്റെ ബൈക്ക്. അത് മൂത്തം കൊണ്ടുപോയി. അപ്പോൾ അതിനെ പറ്റി എന്നെ പറഞ്ഞിട്ടുണ്ടാകുന്ന കൂടുതൽ ഈ ഒരു ബൈക്കിനെ കുറിച്ചുള്ള പരാമർശമാണ് കൊല്ലം സുധിയുടെ അക്കൗണ്ടിൽ വന്ന പണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടത്. ഒരു മഞ്ഞ ബൈക്ക്. അപ്പോൾ ഈ ബൈക്കും അന്ന് മുതലേ പ്രശ്നക്കാരനാണ്. ആ ഒരു ബൈക്കിൻ്റെ എലമെൻറ്റും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കിച്ചുവിനെ, മൂത്ത മകനെ കുറിച്ച് ഒരുപാട് മോശമായിട്ട് പല ആളുകളോടായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പല ആളുകൾ പറയുന്നുണ്ട്. ഒന്ന്, ഇപ്പം ഇദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടു. 2, താജ് പത്തനംതിട്ട പറയുന്നത് നമ്മൾ കേട്ടു. 3, ആ താജ് പത്തനംതിട്ടയോട് സംസാരിച്ച കോളിനകത്ത് കിച്ചു തന്നെ പറയുന്നുണ്ട്, എനിക്കത് അറിയാവുന്നുള്ള കാര്യം പറയുന്നുണ്ട്. വീണ വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു കിച്ചുവായിട്ട് ബന്ധപ്പെട്ട മോശമായിട്ടാണ് കിച്ചുവിനെ ട്രീറ്റ് ചെയ്യുന്നുള്ളത്. 5, കിച്ചുവിൻ്റെ വ്ളോഗിൽ നിന്ന് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. സോ ദ ആൻസർ വാസ് ക്ലിയർ. കിച്ചുവിനെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിച്ചു ഒരു മാന്യനായതുകൊണ്ട് അതൊരു ഇഷ്യൂ ആക്കാതെ അവരെതിലും പൊക്കോട്ടെ, ഞാൻ എൻ്റെ ലൈഫായിട്ട് പൊക്കോളാം എന്ന രീതിയിൽ നിൽക്കുന്നു. നല്ല മിച്ചോടായിട്ടൊരു പയ്യൻ. പറ്റത്തില്ലായിരുന്നു, അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ നിർത്താൻ അവന് നോട്ടം ശരിയല്ല, കുറച്ച് കാര്യം പറഞ്ഞു. അത് ഇതൊക്കെ ചൊല്ലിയാണോ ഞാൻ ഒത്തിരി കിച്ചുവിൻ്റെ നോട്ടം ശരിയല്ലെന്ന്. കഴിഞ്ഞ ദിവസം ഈ രേണു ഒരു റാമ്പ് വാക്ക് നടത്തിയായിരുന്നു. അതിനകത്ത് രേണു ഒരു നോട്ടം നോക്കി. നമ്മുടെ ഉദയനാണ് താരത്തിനകത്ത് ജഗദീഷ് ശ്രീകുമാർ പഠിപ്പിക്കലോ ആ ഒരു സാധനമൊക്കെ ചെയ്തു. അതായിരുന്നു കറക്റ്റ് നോട്ടം. കിച്ചുവിൻ്റെ നോട്ടം ശരിയല്ല. പക്ഷേ കിച്ചു കണ്ണടക്കി വെച്ചു. പിന്നെ അവർ പറഞ്ഞു നോബിച്ചേട്ടൻ ഞാൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വേണ്ട. നോബിച്ചേട്ടനെ വിളിച്ചപ്പോൾ എന്തൊരു പറഞ്ഞു എന്നുള്ളതാണ്. ഇനി ഈ പണം കടം കൊടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പറയുന്ന ഒരേ സാധനമാണ്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടാൽ മനസ്സിലാവും. ഞാൻ 2-3 പേരുടെ വെച്ചിട്ടുണ്ട്. അതേ സെയിം സ്ട്രാറ്റജി, സെയിം മെത്തേഡാണ് ഇദ്ദേഹം പറയുന്നത്. കൊല്ലം സുധി വിളിച്ച് ചോദിക്കും, വീട്ടിലൊരു കഷ്ടപ്പാട് പറയും, കുഞ്ഞിനെ ആശുപത്രിയിലാന്ന് പറയും, വൈഫിൻ്റെ കൊടുക്കും, രേണു കടം ചോദിക്കും, 2 പേരും കടം മേടിക്കും. പണം തിരിച്ചു ചോദിക്കുമ്പോൾ പോടാ, എന്ത് പണം, എനിക്ക് ഏത് പണം, ഉളുപ്പുണ്ടോടാ എൻ്റെ അടുത്ത് പണം ചോദിക്കാൻ, ആ ഒരു സെറ്റപ്പിലേക്ക് ഇവർ മാറും. ഇനി ഇതിനെ ചൊല്ലി മറ്റൊരു കാര്യം, ഇന്നലെ ദിവസങ്ങളിലെല്ലാം വൈറലായിരുന്നത് രേണുവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. രേണുവിൻ്റെ സപ്പറേറ്റ് ടിക്കറ്റ് ഉഡായിപ്പോ എന്നൊരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് രേണു ആദ്യം പറയുന്നത് എൻ്റെ 10ാം ക്ലാസ് +2 സൂപ്പർ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ പറയുന്നത് ഞാൻ ഏവിയേഷൻ പഠിച്ചതാണ്, ഞാൻ കൊച്ചി എയർപോർട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട്, അങ്ങ് ദുബായിലെ പ്ലെയിൻ വരെ ഞാൻ എൻ്റെ പെർമിഷനോടെയാണ് അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് രേണുവിൻ്റെ കൂടെ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു കുട്ടി വന്നിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല ഒന്നിച്ച് പഠിച്ചാണ്, ഇതൊന്നും ഉള്ളതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. കണ്ട വിവരം ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നു. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടൂ. ഞാൻ എൻ്റെ അഭിപ്രായം അപ്പം എൻ്റെ റിപ്ലൈ ഇട്ട് തരാം. ഓക്കെ? അപ്പോൾ രേണുവിൻ്റെ കൂട്ടുകാരി പറയുന്നത് കേൾക്കാം. എന്നത് കള്ളമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനെതിരെ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഏവിയേഷൻ പഠിച്ചു എന്ന് പുള്ളിക്കാരി പറയുന്നത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രേണു ഒരു സത്യം പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രേണു ഏവിയേഷൻ പഠിച്ചു എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സാധനമാണ്. രേണു ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ഡിപ്ലോമ കോഴ്സാണ് പഠിച്ചിരുന്നത്. ഈ കുട്ടി രേണുവിൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. സോ കുട്ടി പറയുന്നതിനെ നമ്മൾ മുഖവരിക്ക് എടുക്കുന്നു. പക്ഷേ ഈ രേണുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി അറിയത്തില്ലെന്ന് പറയും. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടി അറിയത്തൊന്നുമില്ല. ഇതിൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും എനിക്കറിയാൻ പാടില്ല. ഞാനും കൂടെ പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷേ അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന പലതും പച്ചക്കള്ളങ്ങളാണ്. ഏവിയേഷൻ പഠിച്ചു എന്നുള്ളത് സത്യമാണ്. അതുൽ ബ്ലോഗ്സിലാണെങ്കിൽ അതിൻ്റെ താഴെയാണെങ്കിൽ ഒരു കമന്റ് സെക്ഷനിൽ ഒരു പെൺകുട്ടി കമന്റ് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ കൊച്ചിയിൽ ഏവിയേഷൻ പഠിച്ചതാണ്, അവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്രൂമിംഗ് സെക്ഷൻ, ഞങ്ങൾക്കും ഗ്രൂമിംഗ് സെക്ഷനും കാര്യങ്ങളും ഒക്കെ അതും സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള യൂണിഫോം ഉണ്ടായിരുന്നു, ഹൈ ഹീൽ യൂണിഫോമൊക്കെ ഇട്ട് നടന്നിരുന്നു. രേണു അപ്പോൾ അവർ ടീച്ചർമാരെന്തെങ്കിലും പറയുമ്പോൾ പറയുമോ എന്നോട് ഇതൊക്കെ ഉപദേശിക്കാൻ താൻ എൻ്റെ അച്ഛനാണോളാ, അവനാരും എൻ്റെ തന്തയോ എന്ന് ടീച്ചേഴ്സിനോട് പറയുമായിരുന്നു? അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. വെറുതെ വെറുതെ അത് ബാക്കിയേക്കാം.
അത് പുള്ളിക്കാരി പറയുന്നത് സത്യമാണ്. ഞങ്ങളെല്ലാവരും പാസ് ഔട്ട് ആയതിനു ശേഷം പുള്ളിക്കാരി അത് വീഡിയോക്കകത്ത്, നിങ്ങൾ വീഡിയോ കണ്ടല്ലേ, വീഡിയോക്കകത്ത് വ്യക്തമായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് പുള്ളിക്കാരി എയർ ഇന്ത്യ, അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ പല എയർപോർട്ടിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കള്ളമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആരും എയർപോർട്ടിൽ വർക്ക് ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. അത് എൻ്റെ രേണു പിന്നെ എന്തിനാ ഇമ്മാതിരി ഒരു തള്ളിയേ? രേണു വന്നിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് എയർ ഇന്ത്യ എടുക്കണമെങ്കിൽ എന്നോട് ഒന്ന് ചോദിക്കും, രേണു ഞങ്ങൾ ഈ എയർ ഇന്ത്യ ഒന്ന് മാനത്തേക്ക് പൊക്കിക്കോ എന്ന് പറയും, അപ്പം പൊക്കും. എന്നിട്ട് തിരിച്ചു വരുമ്പോഴും ചോദിക്കും, രേണു ഞങ്ങൾ ഈ ഫ്ലൈറ്റ് ഒന്ന് ലാൻഡ് ചെയ്തിട്ട് ചെയ്തോ എന്ന് പറയും. ആ ഒരു സെറ്റപ്പിലാണ് രേണു അവിടെ വന്നിട്ട് സംസാരിച്ചത്. അത് ശരിക്കും ഒരു കള്ളമായിരുന്നു എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഇനി ഏതെങ്കിലും കുട്ടി എന്തെങ്കിലും എന്ന് പറയുമ്പോഴത്തേനും രേണു കുറേ സർട്ടിഫിക്കറ്റും ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞുകൊണ്ട് വരും. ആ രേഖയുമായിട്ട് വരുമോ, രേഖ ലാസ്റ്റ് ബിന്ദു ആകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഏതായാലും പുള്ളിക്കാരി ഒരു സത്യം പറഞ്ഞു എന്നുള്ള സത്യം മനസ്സിലാക്കിയപ്പോൾ നമുക്കൊരു സമാധാനത്തോടുള്ളൊരു സത്യം കിട്ടിയില്ലേ? ആ സത്യമാണ് ഈ സത്യം. നിങ്ങൾക്ക് പറയാനുള്ള സത്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ടിടൂ. മറ്റൊരു സത്യമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ ബൈ.